പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാരണം ഈ ഒരു വേൾഡ് കപ്പിൽ വലിയൊരു വിവാദമായ മത്സരമായിരുന്നു അർജന്റീന ഈജിപ്റ്റ് മത്സരം. ഒരു മത്സരത്തിലെ റഫറിങ്ങിനെ തുടർന്ന് ഒരുപാട് വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ റഫറിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തത നൽകിയിരിക്കുകയാണ് ഫിഫയുടെ റഫറിംഗ് ഹെഡായിട്ടുള്ള കൊളീന. ഈജിപ്ഷ്യൻ താരം ലിസാൻഡ്രോ മാർട്ടിനസിന്റെ ഫൂട്ടിൽ ക്ലിയർ ആയിട്ട് ചവിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഗോൾ റഫറി ഡിസലോ ചെയ്തത് കൃത്യമായിട്ടുള്ള ഡിസിഷൻ തന്നെയാണ്. അതുപോലെ തന്നെ അൽവാറസും സലയുമായി ഉണ്ടായ ഒരു കോണ്ടാക്ട് അത് വളരെ നോർമലായിട്ടുണ്ടായ ഒരു കോണ്ടാക്ട് ആണ്. അവിടെയും റഫറി എടുത്ത തീരുമാനത്തിൽ തെറ്റൊന്നുമില്ല. റഫറി എടുത്ത ഈ ഡിസിഷൻസ് കൃത്യമായിരുന്നു എന്നാണ് ഫിഫയുടെ റഫറിംഗ് ഹെഡായിട്ടുള്ള കൊളീന വ്യക്തമാക്കുന്നത്. ഞങ്ങൾ ആരുടെയും സ്വാധീനത്തിന് വഴങ്ങുന്നവരല്ല, റഫറിമാർ കൃത്യമായ തീരുമാനങ്ങളാണ് എടുക്കുന്നത് എന്നും കൊളീന പറഞ്ഞു. അടുത്തൊരു വാർത്ത ISLൽ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. നിലവിലിപ്പോൾ മാഗ്നം സ്പോർട്സ് കേരള ബ്ലാസ്റ്റേഴ്സിനെ വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല അവർ പുതിയ ഇൻവെസ്റ്റേഴ്സിനെ തേടുകയാണ്. ആശിഷ് നെഗി മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി പുതിയൊരു ഇൻവെസ്റ്റേഴ്സിനെ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചില്ലെങ്കിൽ അടുത്ത തവണ ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചേക്കില്ല എന്നാണ് ആശിഷ് നെഗി പറഞ്ഞിട്ടുള്ളത്. കാരണം മാഗ്നം സ്പോർട്സ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ വലിയൊരു നഷ്ടത്തിലാണ്. മാത്രമല്ല നടക്കാനായിട്ട് പോകുന്ന ഡ്യൂറന്റ് കപ്പിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് പിൻവാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും പുതിയ ഇൻവെസ്റ്റേഴ്സിന് ലഭിച്ചില്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത തവണ ISLൽ പങ്കെടുത്തേക്കില്ല. കേരള ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തമാക്കാൻ താല്പര്യമുള്ള പുതിയ ഉടമസ്ഥർ ആരൊക്കെയാണ് എന്ന് ആശിഷ് നെഗി പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് ലുലു ഗ്രൂപ്പാണ്. ലുലു ഗ്രൂപ്പിന് കേരള ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തമാക്കാനായിട്ട് താല്പര്യമുണ്ട്. സൂപ്പർ ലീഗ് കേരളയിൽ കളിക്കുന്ന കാലിക്കറ്റ് FC ഉടമസ്ഥർക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തമാക്കാനായിട്ട് താല്പര്യമുണ്ട്. SLKയിലെ മറ്റു ക്ലബ്ബുകളുടെ ഉടമസ്ഥർക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തമാക്കാനായിട്ട് താല്പര്യമുണ്ട്. കാര്യങ്ങളൊന്നും തന്നെ അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല എന്നും ആശിഷ് നെഗി പറയുന്നുണ്ട്. എന്നാൽ ഏറ്റവും ആശങ്ക നൽകുന്നൊരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കൂടുതൽ വാർത്തകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഫുട്ബോൾ വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.